ശബരിമല സ്വർണ്ണപ്പാളി കേസ് വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ്. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാനുള്ള ശ്രമമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തിച്ചത് ഈ മാസം 25-ന് സഹോദരി മിനി ദേവി. ഇടയ്ക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടെന്നും എന്താണെന്നറിയില്ലായിരുന്നുവെന്നും മിനി ദേവി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമാക്കണമെന്ന പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ പാസാക്കി നിയമസഭ. തിടുക്കപ്പെട്ടുള്ള പരിഷ്കരണം ദുരുദ്ദേശ്യത്തോടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയനിഴലിലെന്ന് മുഖ്യമന്ത്രി. പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാത്ത ഹൃദയമില്ലാത്ത സർക്കാർ എന്ന ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം. സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന മാത്യു കുഴൽനാടൻ. 2017-18 കാലഘട്ടത്തിൽ IS റിക്രൂട്ട്മെന്റ് കേസിൽ ശിക്ഷ വിധിച്ച NIA കോടതി. കോയമ്പത്തൂർ സ്വദേശികളായ 2 പ്രതികൾക്കും 8 വർഷം വീതം കഠിന തടവ്. തെളിഞ്ഞത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. ഇരുവരും ഉക്കടം കാർ ബോംബ് കേസിലും പ്രതികൾ. ജയിലിൽ കിടന്ന കാലയളവിൽ ശിക്ഷയിൽ ഇളവ്.